തന്നെ നമുക്ക് ഒരു സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാം. ഞാൻ ഇതിനകത്ത് കറിവേപ്പിലയാണ് ഇട്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കറിവേപ്പിലയ്ക്ക് പകരം നമ്മുടെ മല്ലിച്ചീര ഇടാം, അതല്ലെങ്കിൽ കറിവേപ്പിലയും കൂടെ കൂടി ഇടാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള മിക്സപ്പ് നമുക്ക് തന്നെ ആ ചേഞ്ചസ് വേണമെങ്കിൽ ഈസി ആയിട്ട് വരുത്താവുന്നേ ഉള്ളൂ. അപ്പോൾ ഏതൊക്കെ ചേഞ്ചസ് വരുത്തിയാലും നല്ല ഒരു ഫ്ലേവറോട് കൂടിയ നല്ലൊരു ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഒരു നല്ല ഉഗ്ര സ്നാക്സ് നമുക്ക് കിട്ടും. ഒരു 5 മിനിറ്റ് ഒരു വൺ സൈഡ് കഴിഞ്ഞ് മറു സൈഡ് കൂടി ഒരു 5 അല്ലെങ്കിൽ 6 മിനിറ്റ് കൂടി ഇട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. വൺ സൈഡ് ഏകദേശം 5 അല്ലെങ്കിൽ 6 മിനിറ്റ് ഇടുക, അതിനുശേഷം ഫ്ലിപ്പ് ചെയ്യുക, അതിനുശേഷം ഈ ഒരു സൈഡ് കൂടെ റെഡി ആയി കഴിഞ്ഞാൽ സംഭവം റെഡിയാണ്. ഓക്കെ, അപ്പോൾ നല്ല ക്രിസ്പിയാണ് ഇതാ ഔട്ട് സൈഡ്, അതോടൊപ്പം തന്നെ ഇൻസൈഡ് നല്ല സോഫ്റ്റ് ആണ്. അപ്പോൾ ഇതാ നമ്മുടെ സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. ശരിക്ക് ക്രിസ്പി ആയിട്ടുണ്ട്. ഇത് ഔട്ട് സൈഡ് ശരിക്ക് ക്രിസ്പി ആയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇൻസൈഡ് സോഫ്റ്റുമാണ്. ഞാനിവിടെ ഒരു അല്പം ടൊമാറ്റോ കെച്ചപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്.